ഇക്കണ്ടതൊക്കെ 1.5 വർഷം മുൻപുള്ള ദൃശ്യങ്ങളാണ്. ഒരിക്കൽ കൂടി നോക്കാൻ പോലും തോന്നാതിരുന്ന ഇടം. സാമൂഹിക വിരുദ്ധർ ഇവിടെ കഞ്ചാവ് ചെടികൾ പോലും വെച്ചുപിടിപ്പിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇവിടം ആരവമുയരുന്ന കിടിലൻ ഫുട്ബോൾ ടർഫാണ്. ദിവസവും നാട്ടുകാർക്കും മറ്റ് ഫുട്ബോൾ പ്രേമികൾക്കുമെല്ലാം പന്ത് തട്ടാൻ ഒരിടം. ഡിവിഷൻ കൗൺസിലർ ബാസ്റ്റിൻ ബാബു മാലിന്യം നീക്കാൻ മുന്നിട്ടിറങ്ങി. രാഷ്ട്രീയം ഒന്നും തടസ്സമായില്ല. എല്ലാ പിന്തുണയുമായി മേയറും കട്ടയ്ക്ക് ഒപ്പം നിന്നു. മാലിന്യം നിറഞ്ഞ് മൂക്കുപത്തി ഓടിയിരുന്നിടത്ത് കുട്ടികളും നാട്ടുകാരും ആവേശത്തോടെ പന്ത് തട്ടി തുടങ്ങി. ഒരു മിനി ബ്രഹ്മപുരം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പ്രദേശത്തെ മൊത്തത്തിൽ മാറ്റി ഒരു 47 ലോഡോളം മാലിന്യങ്ങൾ ഇവിടെ നിന്നും മാറ്റിയതിന് ശേഷമാണ് ഇനി കാണുന്ന ഓപ്പൺ ജിമ്മ് പാർക്കൊക്കെ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് ഒരുപാട് ശ്രമങ്ങൾ വേണ്ടി വന്നു. കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് മികച്ച പിന്തുണയും ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ടർഫും നമ്മുടെ സിന്തറ്റിക് ബാഡ്മിൻ്റൺ കോർട്ട് ഇതെല്ലാം തന്നെ നിർമ്മിക്കാൻ സാധിച്ചതും ഈ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായി, ഒരു ഒത്തൊരുമയുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്നീ കാണുന്ന ഈ ഒരു പ്രദേശം. 45 ലോഡ് മാലിന്യമാണ് ടർഫ് സ്ഥിതി ചെയ്യുന്നിടത്തു നിന്ന് കോരി മാറ്റിയത്. ഇതിനോട് ചേർന്നാണ് ഷട്ടിൽ കോർട്ട്. കൗൺസിലറുടെ ഓഫീസും തൊട്ടടുത്തുണ്ട്. കൂടാതെ വയോജന മന്ദിരവും 2 അംഗനവാടികളും കോമ്പൗണ്ടിലുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടുത്തെ ഈ ഭാഗത്ത് ലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പോർട്സാണ്. അപ്പുറത്ത് ജിമ്മാണെങ്കിൽ ഇപ്പുറത്ത് ടർഫാണെങ്കിലും അപ്പുറത്ത് ഷട്ടിൽ കോർട്ടുണ്ട്. യുവജനങ്ങൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും എല്ലാം ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. കളിക്കാൻ ഭയങ്കര പണിയായിരുന്നു. ഇപ്പം ടർഫാന്ന് പറഞ്ഞാൽ ഉപകാരമുണ്ട്. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലഹരിയുടെ കളത്തിൽ നിന്നും കളിക്കളത്തിലേക്ക് ആയിരങ്ങളെ കൊണ്ടുവരാൻ ഈ ആസ്ട്രോ ടർഫ് സാധിച്ചു. മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് മിനി പാർക്കും സജ്ജമാക്കി. പാർക്കിന് വേണ്ട ഉപകരണങ്ങൾ ഹൈബി ഈഡൻ MP സമ്മാനിച്ചു. പഴയ ഓർമ്മയിൽ ഇനി ആരും ഇവിടെ മാലിന്യം എറിയില്ലെന്ന് കളിക്കാർക്കും നാട്ടുകാർക്കും നല്ല ഉറപ്പ്. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, മനസ്സുണ്ടെങ്കിൽ ഏതു മാലിന്യ കൂമ്പാരവും മനോഹര ഇടമാക്കാമെന്ന്. ഇത്തരം നല്ല പദ്ധതികൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ ഡിവിഷനുകളിലും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നിഖിലിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.